ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു വൈറ്റ് പുലാവാണ്. ചിക്കൻ വൈറ്റ് പുലാവ്. നമ്മൾ മന്തി സ്ഥിരമായി കഴിക്കുന്നതാണ്. ബിരിയാണിയൊക്കെ പഴയതായി പോയി. മന്തിയാണ് ഇപ്പോൾ ട്രെൻഡ്. കബൂലി റൈസ്, കബാലിയത്ത്, മജ്ബൂസ്, അങ്ങനെ ഒരുപാട് റൈസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ചിക്കൻ വൈറ്റ് പുലാവ്. ഇത് മട്ടനിൽ വേണമെങ്കിൽ ചെയ്യാം. പാകിസ്ഥാനി ഐറ്റമാണിത്. കുറച്ച് സാധാരണ പ്രിപ്പറേഷന് കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ മാഗി ക്യൂബോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രിസർവേറ്റീവ്സോ ഉപയോഗിക്കുന്നില്ല. വളരെ ടേസ്റ്റിയാണ്. മന്തിനേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ 2 കപ്പ് അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 കപ്പ് ബസ്മതി അരി, വൈറ്റ് ബസ്മതി അരിയാണ്. കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. കുതിർക്കൊന്നും വേണ്ട, നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ളതാണ്. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ വലിയ പീസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തത്. അതിലേക്ക് വേണ്ടിയിട്ട് സ്പൈസൊക്കെ എടുത്ത് വെച്ചത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, വെളുത്തുള്ളി ഒരു 5-6 അല്ലിയുണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ബേ ലീഫ് 2 എണ്ണം ഉണ്ട്, സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ് ഒരു ചെറുതൊരെണ്ണം, പട്ടയല്ല ഗ്രാമ്പു ഒരു 4-5 എണ്ണം ഉണ്ട്, ഏലം ഒരു 4-5 എണ്ണം, പിന്നെ പട്ടയാണ് ചെറിയ 2 കഷ്ണം, പിന്നെ ഉള്ളത് മല്ലിയാണ്. മല്ലിയുടെ പൊടിയല്ല, മല്ലി തന്നെ വേണം. 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്കിപ്പ് ചെയ്യരുത്, മല്ലി നിർബന്ധമായിട്ട് വേണം. മല്ലി പൊടി ഇടരുത്, പകരം മല്ലി തന്നെ വേണം. ഇതിലേക്ക് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഒരുപാട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യണില്ല. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഐറ്റത്തിലൊക്കെ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യും. ഈ ഓയിൽ വളരെ കുറച്ച് മതി നമുക്ക്. ഇതിപ്പോൾ അരി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നന്നായി വാർത്ത് കളയണം. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങനെ ഡ്രൈ ആയിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് വറുത്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് സമയം നല്ല ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട. പക്ഷേ നല്ല ചൂടായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ എല്ലായിടത്തും ഒന്നും എത്തണം. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ഒരിക്കലും. സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യണം. എല്ലായിടത്തും നന്നായി ഒന്ന് ചൂടാവണം. പക്ഷേ നമ്മൾ അരിയൊക്കെ വറുത്ത് പൊടിക്കുകയൊക്കെ ചെയ്യൂലേ, അതുപോലെ അങ്ങനെ ഒരുപാട് പൊരിഞ്ഞു പോകരുത്. എന്നാൽ എല്ലായിടത്തും ഒന്ന് ചൂടായ സൺഫ്ലവർ ഓയിൽ എത്തി ഒന്ന് ചൂടായിരിക്കണം. നമ്മൾ റൈസ് കൂട്ടി ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായി വറുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഞാൻ ആ പാത്രം തന്നെ വെച്ചിട്ടുണ്ട്. ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓൺ ആക്കരുത്. അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ വലിയ പീസസ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ മൊത്തം അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് ഉണ്ടല്ലോ, ഇതെല്ലാം ഇട്ട് കൊടുക്കുക. മല്ലി ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കി എല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക. സവാള ഞാൻ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തത്. എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇതെല്ലാം നമുക്ക് ഇന്ന് എടുത്ത് മാറ്റാനുള്ളതാണ്. ചെറിയ ജീരകവും പെരിഞ്ജീരകമൊക്കെ 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മളതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയല്ല കേട്ടോ, കുരുമുളക് തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം തന്നെ കണക്കാക്കി ഒഴിച്ചു കൊടുക്കണം. കൂടി പോവാതെ നോക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് തിളപ്പിക്കുകയാണ്. ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. ഇപ്പോൾ ഞാൻ തുറന്നു. ആവി കാരണം ക്യാമറയിൽ ക്ലിയറായിട്ട് കാണുന്നില്ല. നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വേവട്ടെ. ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങും വേണം. മാത്രമല്ല നമ്മളിട്ട സ്പൈസസൊക്കെ നമ്മളിനി എടുത്ത് കളയും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ചിക്കൻ പീസസൊക്കെ കോരിയെടുക്കുകയാണ്. ചിക്കൻ പീസസ് എല്ലാം നമ്മൾ കോരിയെടുക്കണം. എന്നിട്ട് ഈ വെള്ളത്തിലുള്ള ബാക്കി സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി, ഇതെല്ലാം നമ്മൾ അരിച്ച് മാറ്റണം. അതൊന്നും നമുക്കിനി ആവശ്യമില്ല. ഇനി ഞാനിപ്പോൾ അത് അരിച്ച് മാറ്റിയെടുക്കുകയാണ്. ചിക്കൻ പീസസ് നമ്മൾ വേറെ എടുത്ത് വെച്ച് കഴിഞ്ഞു. അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതൊന്നും കിട്ടൂല. ഇപ്പോൾ ഇതാ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച അത്രയും തന്നെ വെള്ളമുണ്ട്.
ആ സെയിം പാത്രം തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്നത് പോലെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സവാള, നമ്മൾ നേരത്തെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇതും ഒരു ചെറിയ സവാള തന്നെയാണ്. തീരെ ചെറുതാണ് കേട്ടോ, ഒരുപാട് വലുത് വേണ്ട. ഇതൊന്ന് നന്നായിട്ട് വഴറ്റണം. ചിക്കൻ നമ്മൾ തിളപ്പിക്കുമ്പോൾ അടച്ച് വെച്ചിട്ട് തന്നെ തിളപ്പിക്കുക. തുറന്ന് വെച്ചിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ നമ്മൾ 2 കപ്പ് അരിയിലേക്ക് 4 കപ്പ് വെള്ളം കണക്കാക്കി ഒഴിച്ചതാണ്. അത് വറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, വറ്റിപ്പോവാതെ. അപ്പോൾ അളവ് കുറഞ്ഞു പോവും. ആ വെള്ളത്തിലാണ് നമുക്ക് അരി വേവിക്കാനുള്ളത്. ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അത് നമ്മളിപ്പം എടുത്ത് മാറ്റിയല്ലോ. ഇനി ഇതിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. ഇതൊന്നും എടുത്ത് മാറ്റുന്നില്ല, ഇതൊക്കെ റൈസിൽ തന്നെ കിടക്കാനുള്ളതാണ്. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഇടുമ്പോൾ അത് കീറി കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവറൊക്കെ ഈ റൈസിലേക്ക് ഇറങ്ങണം. ചെറുതായിട്ടൊന്ന് കീറിയിട്ടിട്ട് കൊടുത്താൽ മതി. ഞാൻ 3 ഇട്ടിട്ടുള്ളൂ. എരിവ് കൂടുതൽ, ആ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. നമ്മൾ നേരത്തെ ഏലം പട്ട ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും കുറച്ച് ഗരം മസാല പൊടിച്ചതിട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി. ഇതിപ്പോൾ 3 ടേബിൾ സ്പൂണാണ്. അതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. പുളി കുറഞ്ഞ തൈര് തന്നെ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പുളി ഉണ്ടായിക്കഴിഞ്ഞാൽ ചോറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ശരിക്കും ഇതിന് ആ മല്ലി മുഴുവനായിട്ട് മല്ലി ഇട്ടതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. അതാണ് ശരിക്കും ഈ റൈസിനൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ മാഗി ക്യൂബൊന്നും യൂസ് ചെയ്യണില്ല. നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഉപ്പിൻ്റെ കാര്യമാണ്. ഉപ്പ് നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാനുള്ള കാരണം ചിക്കനിലേക്ക് ഉപ്പ് പിടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതിൽ ഉപ്പുണ്ടോ നോക്കണം, കാരണം റൈസിലേക്കും ഉപ്പ് വേണമല്ലോ. അപ്പോൾ ഈ വെള്ളത്തിൽ കറക്റ്റായിട്ട് ഉപ്പുണ്ടോ, അരിയും കൂടി വെന്ത് വരുമ്പോൾ അരിയിലേക്കും കൂടിയും പിടിക്കാനുള്ള ഉപ്പുണ്ടോ നോക്കുക. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായി തോന്നിയത് കാരണം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ചിട്ട് വേവിക്കുക. ആ സമയം കൊണ്ട് ചിക്കനെ നമുക്കൊന്ന് ഒരു ചെറിയൊരു പരി ചെയ്തെടുക്കാനുണ്ട്. ഒരു ചെറിയ പീസ് ബട്ടറാണ് ഇട്ട് കൊടുത്തത് ആദ്യം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്. ബട്ടർ വേണം നിർബന്ധമില്ല, പക്ഷേ ബട്ടറായ കൂടുതൽ ടേസ്റ്റാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 3 സംഭവങ്ങളേ ഉള്ളൂ: ബട്ടർ, മുളക് പൊടി, ഉപ്പ്. ബട്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിലാവണം കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ യൂസ് ചെയ്യരുത്. അതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ വൈറ്റ് പുലാവാണ്, ചിക്കൻ വൈറ്റ് കളറിൽ കിടക്കുമ്പം കാണാനൊരു സുഖം ഉണ്ടാവില്ല. ചിലർക്കെങ്കിലും അത് കഴിക്കാനും അത്ര ഇഷ്ടമല്ല. അപ്പം നമ്മൾ ബട്ടറൊക്കെ തേച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്തെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ്. ചിക്കൻ പീസസിൽ ഇതെല്ലാം ഒന്ന് പിടിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ വീണ്ടും ബട്ടർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ കുറച്ച് മതി, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണേ ഉള്ളൂ, ഒരുപാട് ബട്ടർ വേണ്ട. ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ബട്ടർ ഒട്ടും ബാലൻസ് വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ബട്ടർ ഒന്ന് ഉരുകി വന്നാൽ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ചിക്കൻ വേവാനൊന്നുമില്ലല്ലോ, നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ.
ചോറ് നമ്മൾ അപ്പുറത്ത് വേവായിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിം ആക്കി വെക്കുക. കറക്റ്റ് വെള്ളമാണല്ലോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ലോ ഫ്ലെയിം ആക്കി വെക്കുക. ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് തന്നെ റൈസ് വെന്ത് കിട്ടും. ചിക്കൻ ഇതിൽ നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം എന്നില്ല. ജസ്റ്റ് നമ്മൾ അതിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കാരണം ചിക്കൻ ഓൾറെഡി വെന്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈ ബട്ടറൊക്കെ എല്ലായിടത്തും ഒന്ന് എത്തത്തക്ക രീതിയിൽ ചെയ്തെടുക്കുക. ബട്ടർ ഒരുപാട് ഒഴിക്കണ്ട. നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും ബട്ടർ ബാലൻസ് വരാത്ത രീതിയിലൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടാൽ മതി. ഇപ്പോൾ റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. മാത്രമല്ല റൈസ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല വേറിട്ട് നിൽക്കും. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സ്മോക്ക് ചെയ്യണമൊന്നുമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ തരത്തിലുള്ള റൈസ് അല്ല ഇത്. ഇതൊരു പാകിസ്ഥാനി ഐറ്റമാണ്. ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇങ്ങനെ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പം ഞാൻ തുറന്നു. അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ടുണ്ട്. അപ്പോഴേക്കും ആ ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റ് ആ റൈസിലേക്കൊന്ന് പിടിക്കും. ബട്ടർ ഉണ്ടെങ്കിൽ മാക്സിമം അതന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ബട്ടർ ഇല്ല എങ്കിൽ പിന്നെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ സെർവ് ചെയ്ത് കഴിഞ്ഞു. ശരിക്കും മന്തി അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. ഒരിക്കലും മടുപ്പ് തോന്നിക്കാത്തൊരു ഐറ്റമാണ്. ചില റൈസസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെട്ടെന്ന് മടുപ്പ് തോന്നും. ഇതിനതില്ല. നല്ല ടേസ്റ്റിയാണ്. ശരിക്കും ഡിഫറെൻ്റായ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നതും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക് യു.